കിട്ടാത്ത പൈസ ഉപയോഗിച്ചിട്ട് കിട്ടിച്ചൊരു സംഭവമുണ്ട്. എൻ്റെ മെൻറ്റർഷിപ്പ് എടുക്കുന്ന ഒരു ക്ലയൻ്റ് ഉണ്ട്. ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കുറേ ആൾക്കാർക്ക് കിട്ടാനുണ്ട്, അത് വളരെ അടുത്ത ആളുകളാണ്, ചോദിക്കാൻ മടിയാണ്. അപ്പോൾ ഇദ്ദേഹം ചെയ്തൊരു സംഗതി വാട്സപ്പ് ഓട്ടോമേഷൻ ഉപയോഗിച്ചിട്ട് വാട്സപ്പ് അതിൻ്റെ ഒരു ടൂൾ ഉപയോഗിച്ചു. ആ ടൂൾ ഉപയോഗിച്ചിട്ട് ഷെഡ്യൂൾ ചെയ്തു മെസ്സേജസ്. ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് ആഴ്ചയിൽ 3-4 തവണ ഈ ആളുകൾക്ക് റിമൈൻഡറായിട്ട് മെസ്സേജ് പോകുന്നു ഇത്രയും പൈസ തരാനുണ്ടെന്ന്. അപ്പോൾ ആളുകൾ ചോദിക്കും, നീ എന്താണ് ഇങ്ങനെ വല്ലാതെ ഫോളോ ചെയ്യും, നമ്മൾ പൈസ ഉണ്ടാകുമ്പോൾ തരില്ലേ? അപ്പോൾ പറഞ്ഞൊരു മറുപടി വളരെ കൃത്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയർ നമ്മളെ അക്കൗണ്ട് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അവിടെ പൈസ റിസീവബിൾസ് വരാത്തത് മുഴുവൻ ഓട്ടോമാറ്റിക്കലി റിമൈൻഡറായി പോയിക്കൊണ്ടിരിക്കും. ഇത് വരാതിരിക്കണമെങ്കിൽ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, അക്കൗണ്ട്സിൽ അത് പേയ്മെൻറ്റ് വന്നു എന്ന് കാണിച്ചാൽ മാത്രമാണ് ഇത് നിൽക്കുള്ളൂ. അത് എൻ്റെ ഒരു കൺട്രോളിൽ വരുന്നൊരു സംഗതിയല്ല. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ, ഔട്ട്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 80% കിട്ടാത്ത പണം പിരിഞ്ഞു കിട്ടിയെന്നുള്ളതാണ്. അത് അൺഎക്സ്പെക്റ്റഡ് ആണ്. മീൻസ് ലാക്സ് ഓഫ് റുപ്പീസ് മാർക്കറ്റിൽ കിടക്കുന്നത് തിരിച്ചു കിട്ടിയെന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ബിസിനസ്സുകാർക്ക് മുതൽ വലിയ വലിയ ബിസിനസ്സുകാർക്ക് വരെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സ്ട്രാറ്റജിയാണ്.